ഹലോ ഗായ്സ്, നമ്മളൊരു യാത്ര പോവാണ്. ന്യൂകാസ്റ്റിൽ ടു കെറ്ററിംഗ്. എനിക്ക് ഉണ്ണിക്കുട്ടനും ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്തോട്ടാണ് ഈ പ്രാവശ്യത്തെ യാത്ര. ഈ പ്രാവശ്യം നമ്മൾ വണ്ടി എടുത്തിട്ടില്ല, നമ്മൾ ട്രെയിനിനാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും UK വന്നിട്ടുള്ള ആദ്യത്തെ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ആലോചിച്ച്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ കെറ്ററിംഗ് വരെ എത്തി. അത് പിന്നെ ട്രെയിൻ കയറ്റി വിടുന്നതോടെ വരെ പ്രജീഷ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാ സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഭയങ്കര സേഫായിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറി കെറ്ററിംഗിലെത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരുടെ അടുത്തോട്ട് പോവാൻ. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും ദിവസം, അതായത് വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഓരോ ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒക്കെ അങ്ങനെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു 1, 2, 3 ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ വീട് വിട്ട് ഇതുവരെ അവിടെ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താ പറയാ ഉണ്ട്. പക്ഷേ ഇവരുടെ അടുത്തോട്ട് പോകുന്നതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷമുണ്ട്. ഒരു കുറേ ആയിട്ട് വിളിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ പിന്നത്തോട്ടാക്കാം അങ്ങനെ മാറി അങ്ങനെ ഡിസംബർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഇറങ്ങേണ്ട സ്ഥലം എത്തിട്ടോ, കെറ്ററിംഗ്. നമ്മൾ ന്യൂകാസ്റ്റിൽ നിന്നായിരുന്നു വന്നത്. ന്യൂകാസ്റ്റിൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് കെറ്ററിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ ആണ്. അപ്പം നമ്മൾ നിലവിൽ അവിടെ എത്തി. അജയേട്ടൻ നമ്മളെ വണ്ടിയായിട്ട് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി വീട്ടിലോട്ടുള്ള യാത്രയാണ്. അങ്ങനെ വീടെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്ന കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആരുടെ പിറന്നാളാണ്. അത് മറ്റാരുടെ അല്ല, നമ്മുടെ സ്വന്തം ഇതിലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഡിസംബർ 5 6-ാം തീയതിയാണ് ബർത്ത്ഡേ. പക്ഷെ നമുക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാലോ. അതുകൊണ്ടാണ് ഇപ്പോഴേ ഉള്ള എന്താ പറയുക ഡെക്കറേഷൻസ് പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അജയേട്ടൻ. പിന്നെ അപ്പുറത്തിരിക്കുന്ന ആളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉണ്ണിക്കുട്ടനെന്നും ഡുക്കമ്മ എന്നൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ സ്വന്തം അൻസിൽ റോയ്. സമയമൊക്കെ 6-ാം തീയതി വെളുപ്പിന് 1 മണിയായി. നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റിൽ ഹാപ്പനിങ് ആണ്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ബലൂണൊക്കെ നമ്മൾ എവിടെ ഫിക്സ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനലായിട്ടൊരു സ്ഥലമൊക്കെ തീരുമാനിച്ച് അവിടെ ബലൂണും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞു. നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഒരുപാട് പിടി, ചിക്കൻ കറി, ബീഫ്, എല്ലിങ്കപ്പ, പയറുമെഴുക്ക് വരട്ടി, മോര് കറി, ചീരത്തോരൻ, പിന്നെന്തായിരുന്നു നമ്മുടെ സാലഡ്സ്, കസ്റ്റാർഡ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയായിരുന്നു. ചിക്കൻ ഫ്രൈ, ഇതൊക്കെ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ല. ഇന്ന് ഡിസംബർ 6 നമ്മൾ ലണ്ടനിൽ 4 ആളും കൂടെ പോകാനുള്ളൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്.
ചേട്ടൻ്റെ വണ്ടിക്കാണ് പോകുന്നത്. ഇവിടുന്ന് അതായത് കെറ്ററിംഗിൽ നിന്ന് ലണ്ടനിലോട്ട് 2.5-3 മണിക്കൂർ ഡ്രൈവാണ് നമുക്ക് വരുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ സമയം എന്ന് പറയുമ്പം 3:15-3:30 കാരണം ഇന്നലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്നപ്പം നല്ലൊരു സമയമായി. അതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര ലേറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും ഈ ഒരു സമയമായി. അതുകൊണ്ട് എത്രമാത്രം സ്ഥലം നമുക്ക് അവിടെ ലണ്ടനിൽ കവർ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നറിയില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് നമ്മൾ വഴിയിൽ വെച്ച് പെട്രോളെല്ലാം അടിച്ച്, ഇവിടെ നമ്മൾ തന്നെയാണല്ലോ വണ്ടിക്ക് പെട്രോളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെട്രോളെല്ലാം വണ്ടിയിൽ ഫില്ല് ചെയ്ത് രണ്ടാളും കൂടെ ബില്ല് പേ ചെയ്യാൻ പോയി. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള എന്തെങ്കിലും നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള ഓൾറെഡി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വണ്ടിയിൽ കരുതിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. പക്ഷെ എൻ്റെ സംശയം ശരിയായി. അവർ വന്നപ്പം രണ്ടാളും കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഡ്രിങ്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടിയിലിരുന്ന് അവരാരും അത്ര കഴിച്ചില്ല. എനിക്ക് പിന്നെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക മതിയാവില്ലെന്ന് പറയുന്ന പോലെ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കിടക്കുന്ന ആമസോണിന്റെ ഒരു വെയർഹൗസ് ആണ് കേട്ടോ. പക്ഷെ ഇതിലും വലുതൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലുത് കാണുന്നത്. നമ്മൾ ലണ്ടൻ എത്തിയിരിക്കുന്നു. കെറ്ററിംഗ് അതായത് നോർത്താംപ്ടൺ ടു ലണ്ടൻ നമ്മൾ ബൈ റോഡിൽ 3 മണിക്കൂറോളം എടുത്ത് ഇവിടെ എത്താൻ. ലണ്ടൻ അങ്ങ് എത്തിയാൽ കുറച്ച് ട്രാഫിക് ആണ്, അതാണ് കുറച്ച് ഡിലേ ആയത്. അങ്ങനെ ലണ്ടൻ വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു. നമ്മൾ വണ്ടി ഒന്ന് സൈഡിൽ പാർക്ക് ചെയ്ത് റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയി വന്നു.
നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ. ആ ദൂരെ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലോസ് വീഡിയോസ് ഉണ്ട്. ലണ്ടൻ ബ്രിഡ്ജിന്റെ പരിസരത്തേക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വണ്ടി സേഫായി പാർക്ക് ചെയ്ത് ഇനി ബസ്സിലാണ് നമ്മൾ ബ്രിഡ്ജിലോട്ട് പോണത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ബസ് ലൈനിൽ വണ്ടി കയറിയെന്നൊരു സംശയം. പക്ഷെ അതൊരു സംശയമായിരുന്നു, ബസ് ലൈനിലൊന്നും അല്ല, വണ്ടി പ്രോപ്പറായിട്ട് തന്നെയായിരുന്നു വന്നത്. ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് മുന്നേ വണ്ടിയിൽ പോയപ്പോൾ ഞാൻ ടവർ ബ്രിഡ്ജ് കാണിച്ചു തന്ന സെയിം ബ്രിഡ്ജാണ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ ടവർ ബ്രിഡ്ജ് ആണെന്നായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രണ്ടാണെന്ന് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജും ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ആ കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. ഇത്രയും നാളും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ലണ്ടൻ ബ്രിഡ്ജ്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ സൈഡിലൂടെ ഒരു വേ ഉണ്ട് കേട്ടോ, ടവർ ബ്രിഡ്ജിലോട്ട്. നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ കുറച്ച് മുന്നേ നിന്നല്ലേ, അവിടെ നിന്ന് ആ സൈഡിലൂടെ ഉള്ളൊരു വേയിലൂടെ നമ്മൾ ഇപ്പൊ ടവർ ബ്രിഡ്ജിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടോ, അത് വേറെ ഒന്നുമല്ല, HMS ബെൽഫാസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിക് വാർഷിപ്പ് ആണ് കേട്ടോ. ഈ ലൈറ്റ് ക്രൂയിസ് സെക്കൻഡ് വേൾഡ് വാറിലും കൊറിയൻ വാറിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാർഷിപ്പാണ്. പണ്ട് റോയൽ നേവിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ടൗൺ ക്ലാസ് ലൈറ്റ് ക്രൂയിസർ ആയിരുന്നു ഇത്. ഇപ്പൊ ഇത് ലണ്ടനിലെ ടെംസ് നദിയിൽ സ്ഥിരമായി നങ്കൂരം ഇട്ടിരിക്കുകയാണ്, ഒരു മ്യൂസിയം കപ്പലായിട്ട്. ഇമ്പീരിയൽ വാർ മ്യൂസിയം ആണ് ഇപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത്. ടിക്കറ്റ്സ് ഒക്കെ വേണം ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാന്. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിന്റെ ഓപ്പണിങ്. ഇപ്പൊ ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ ഷിപ്പിനെ 86 കൊല്ലം പഴക്കമുണ്ട് കേട്ടോ. 1936 ഡിസംബറിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1938 മാർച്ചിലും. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്.
നമ്മൾ ഇനി പോണത് റീജൻ സ്ട്രീറ്റിലെ ഏഞ്ചൽസിനെ കാണാനാണ്. ട്യൂബിലാണ് നമ്മൾ പോണത്. നമ്മൾ ഏഞ്ചൽസിനെ കാണാനുള്ള പോക്കായിരുന്നു. പക്ഷെ നടന്നു പറഞ്ഞ് ചെറുതായിട്ട് വിശന്നു. എന്നാൽ പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി നടത്തുമെന്ന് വിചാരിച്ച് ലൈറ്റായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഏഞ്ചൽസ്. എന്ത് ഭംഗിയാണെന്നറിയാവോ ഏഞ്ചൽസിനെ നേരിട്ട് കാണാൻ. ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ വ്യൂ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. കാരണം സമയം ഒരുപാടായി. നാളെ തിരിച്ച് ന്യൂകാസ്റ്റിൽ പോകണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. അതിന്റെ കഥ ഞാൻ വഴിയെ പറയാം. അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തില്ല. ഇനി ഒരു പ്രാവശ്യം ആവാമെന്നൊക്കെ നമ്മൾ അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് ഈ ലണ്ടനിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മറക്കാൻ പറ്റാത്തതുമായ കാര്യം എന്താണെന്നറിയാവോ? ടവർ ബ്രിഡ്ജില് വണ്ടിയായി പോയത്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ ചുമ്മാ പറയല്ല, എന്താ പറയാ, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ടവർ ബ്രിഡ്ജില് വണ്ടിയായിട്ട് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഭയങ്കര സംശയമായിരുന്നു ആദ്യം. പിന്നെ ആ ഒരു പോക്ക് പോയി, എൻ്റെ ദൈവമേ, അതെന്താ പറയാ, എനിക്ക് വിവരിക്കാൻ പറ്റാത്തതിലും മനോഹരമായിരുന്നു അതിലൂടെയുള്ളൊരു യാത്ര.
കഴിയാറായി. ഇപ്പൊ സമയം വെളുപ്പിന് 2 മണി. നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്നു വിചാരിച്ച ന്യൂകാസ്റ്റലിലോട്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു കാലാവസ്ഥയൊക്കെ ആകെ മാറി. നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിനെല്ലാം ക്യാൻസലായി. അപ്പൊ പിന്നെ വിചാരിച്ചു നാളത്തേക്കാക്കാം യാത്ര. അങ്ങനെ നാളത്തോടെ നമ്മൾ ബസ് ബുക്ക് ചെയ്തു. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിലോട്ടാണ്. നല്ല മന്തിയും ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടുന്ന കേട്ടത്. അപ്പൊ ഒന്ന് പോയി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ 3 ആളും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ മന്തിയാണ്, അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അതേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മൾ കുറച്ച് മുന്നേ നല്ല ഫ്രഷ് മീനൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആവോലിയും കരിമീനൊക്കെ. ഇനി അതൊന്ന് വീട്ടിൽ പോയി ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പ്രൈമാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറി. അങ്ങനെ വീടെത്തി നമ്മൾ വാങ്ങിയ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അന്താക്ഷരി കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് തുടങ്ങി വെച്ചതാണ്, അത് ഇതുവരെ തീർന്നിട്ടില്ല. നമ്മുടെ ഉണ്ണിക്കുട്ടനും പെക്കിയാണ് ടീം, ഞാനും അജയേട്ടനും. ആരും ജയിച്ചു തോറ്റൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും തീർന്നിട്ടില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. രണ്ടുപേരുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. അതിപ്പോൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തൊന്നും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അവർ രണ്ടാളും നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം അതേപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും അതേ ഒരവസ്ഥ. രണ്ടാളെ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോവാണ്. ഞങ്ങൾ രണ്ടാളും അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ തൊട്ട് ഡ്യൂട്ടി ഉണ്ട്. ഇനിയിപ്പം ബാക്ക് ടു നോർമലാണ് നാളെ മുതൽ. എത്തിയിരിക്കുന്നു. ഇനി ഒരു ടാക്സി പിടിച്ചാണ് വീട്ടിൽ പോണത്. അങ്ങനെ ടാക്സി ഒക്കെ ബുക്ക് ചെയ്തു. കറക്റ്റ് സമയത്തിന് തന്നെ അത് വന്നു. നമുക്ക് ഒരു 10
മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. ട്രാഫിക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മാക്സിമം 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ന്യൂകാസ്റ്റലിൽ നമ്മൾ താമസിക്കുന്ന ഗേറ്റ്സിൽ എത്തും. അങ്ങനെ നമ്മൾ വീടെത്തി. നമ്മുടെ വണ്ടി അവിടെ സേഫായി കിടപ്പുണ്ട്. നല്ല മഴക്കോളുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കാലാവസ്ഥയുടെ 2 ദിവസമായിട്ട് നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. ഇന്നും വന്ന് കയറിയപ്പോഴൊരു ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ക്രിസ്മസ് കാർഡാണ്. ആണ് ചെന്നപാടെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താണെന്നറിയാൻ. അപ്പം അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കി നാളെ ഡ്യൂട്ടിക്ക് പോകാനും നമ്മൾ വീടെത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെ എന്താ പറയുക, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലും അടുത്ത ദിവസം അധികം വൈകാതെ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.